തങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. സമ്മതിച്ചേ? ആണല്ലോ. ഓ, എനിക്കത് അറിഞ്ഞാ മതി. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. സംതിങ് ഫിഷി. എന്നെയാണ് വിശ്വാസം. ഓ പിന്നെ എന്നെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. അത് ശരി, ഇതാണല്ലേ പരിപാടി. ദയവ് ചെയ്തെന്നെ നാറ്റിക്കരുത്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നു. എടാ, ഞങ്ങളെയൊക്കെ നീ ചതിച്ചല്ലോടാ. അപ്പൊ തട്ടിപ്പാണല്ലേ നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. ഞാൻ വിചാരിച്ചൊരു ദുഷ്ടനൊന്നുമല്ല കേട്ടോ, അതിലും കൂടി എന്തായിട്ടാണ്. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാ. അയാൾക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. പുതിയ പരാതി എഴുതിക്കോ. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ വിചാരിച്ച പോലെ അല്ല നീ, അതൊക്കെ മേലെ മേലെ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കണോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? കൊല്ല് ഇതിലും ഭേദം മരിക്കുന്ന. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ, ചിലപ്പോ അവര് വിശ്വസിച്ചോളൂ. ഉണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ പറയുന്നൊന്നും വിശ്വാസമായിട്ടില്ലല്ലേ ഈശ്വര, ഞാൻ ആരെ കൊണ്ടാ സത്യം ചെയ്യുക? എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ, പക്ഷെ അതാർക്കും മനസ്സിലായില്ല. എന്താ എന്തു പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. ഒരുത്തക്കട ഒരു അല്പം കൂടുതലാണ്. 24 മണിക്കൂറിനകം നീ പാപ്പാന് പോലെ ഒരു കോപ്പമല്ലെന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിരിക്കും. നല്ല 4 പെടകിട്ടിയ ആരായാലും നന്നാവും. അതൊരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് കൂടി ആവുമ്പോ ശരിക്കും നന്നാവും. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണ്? ചായ മാറ്റാം, എങ്ങനെ കാണിച്ചു തരാം. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. അയ്യോ ആശാനെ, ഈ പറഞ്ഞ സാധനം അമ്മച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. 3.5 മില്യൺ ഫോളോവേഴ്സ് താൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാ. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാണ്ടാവാന്ന് വെച്ചാ. ഞാൻ ഇപ്പൊ പോകുന്നു, അതാ നല്ലത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു. എന്തോരം പ്രേമമായിരുന്നു അറിയാം എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, കർണാടക ബോർഡറിലുള്ള മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല. എങ്ങനെയോ വഴിതെറ്റി വന്ന ഇവരെ ആധുനിക മനുഷ്യരെന്ന് നാം ഊറ്റം കൊള്ളുന്ന ഇരുകാലി മൃഗങ്ങൾ വേട്ടയാടുകയാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ നിത്യഹരിത സംഘടനയ്ക്കുണ്ട്. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ, ഒരു കഷ്ണം കിടന്നാ. നീ ആരാന്ന് നിന്റെ വിചാരം? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ നീ മര്യാദയ്ക്ക് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. പുളി ഒരുക്കം കണ്ടാ തോന്നും ഏതാണ്ട് പണിക്ക് പോകാൻ പോവുകയാണെന്ന്. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം, കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പച്ചും ഉമ്മച്ചും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ,
അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസിലേൽപ്പിക്കും. All the dreams like tingle stars, the tingle stars like glowing gems. കുമ്പിട്ട് വാട കുമ്പിടി ഇല്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിട്ടുള്ള വക്കോൽത്തുറു ഉത്തരത്തിൽ മുട്ടും. വക്കോൽത്തുറു മാത്രമോ, എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയില്ല. അവൻ എന്തേടാ എങ്ങാട് പോയിന്നറിയില്ല. ഇവിടം വരെ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുഴി പിടിച്ച് താഴോട്ട് പോയാ എല്ലാ മുറികളും തുറന്നു നോക്കിയാലോ? വല്ലവന്റെ പൊറി തുറന്നു നോക്കി തലയിട്ടല്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. നീ ഏത് തന്നെയാടാ എന്നോട് കളിക്കാൻ ധൈര്യം പാടാ? തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാ. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇതങ്ങനെ വിടാൻ പറ്റോ? ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. ഇതെന്താടാ ശവപ്പെട്ടിന്ന് എണീറ്റ് വന്നതാ? നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ. ആണായി പറഞ്ഞവരാരും ഇല്ലേ വീട്ടിൽ? എന്താ? ആരെങ്കിലും ഒന്ന് വിളിക്ക്. ആരോഗ്യമുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കാണുന്നത് മോശമെന്നാ പണ്ടുള്ള ആൾക്കാർ പറയാ. മനസ്സിലായി. ഫ്രാങ്ക് ആണല്ലേ? വെള്ളം കിട്ടാണ്ട് ചാവണേ, വെള്ളം കിട്ടാണ്ട് ചാവും. ഞാനൊന്ന് വഴങ്ങി തന്നു വെച്ച് എന്റെ മേത്ത് കയറി കളിക്കറ. ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. എവിടെയോ നമ്മൾ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? മേഡത്തെ നിങ്ങൾക്ക് അറിയില്ല. ഓ, ആരവര്? ഇവൻ ആള് കൊള്ളാലോ. ഇവനെ കൂടെ നിർത്തുന്നതാണ് ബുദ്ധി. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. എന്താ പേര്?